തിരുവനന്തപുരം നഗരസഭയുടെ സിംഹാസനത്തിലിരുന്ന് താൻ പറയുന്നത് മാത്രമാണ് നിയമമെന്ന് കരുതിയ മുൻ മേയർക്ക് ഒടുവിൽ കാലം കാത്തുവെച്ച് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അതെ, ഇനി കേസും കൂട്ടവുമൊക്കെ ആയിട്ട് കോടതിയിൽ നിന്നും ഇറങ്ങാൻ മുൻ മേയർക്ക് നേരം കിട്ടില്ല. അതായത് തമ്പുരാട്ടിക്ക് വഴി മാറടാ എന്ന പഴയ നാട്ടുപ്രമാണിത്തം പുതിയ കാലത്ത് പുറത്തെടുത്ത തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും സംഘത്തിനും ഒടുവിൽ കാലം കാത്തുവെച്ച ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. അതെ, സാധാരണക്കാരനായ ഒരു KSRTC ഡ്രൈവർ യദുവിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി അഹങ്കാരം കാണിച്ച മേയർക്കും ഭർത്താവായ MLA സച്ചിൻ ദേവിനും ഇപ്പോൾ കോടതിയുടെ പിടി വീണിരിക്കുന്നു. പോലീസിനെ കൈക്കുള്ളിലാക്കി കേസ് ഒതുക്കാമെന്നും CCTV മെമ്മറി കാർഡ് അടിച്ചുമാറ്റി തെളിവ് നശിപ്പിക്കാമെന്നും കരുതിയവർക്ക് ജനുവരി 21 തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനായി നോട്ടീസ് അയച്ചിരിക്കുന്നു. സഖാക്കളെ, നിയമം എല്ലാവർക്കും ഒന്നാണ്. അത് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ സ്വാധീനമുണ്ടെന്ന് കരുതിയാലും പാർട്ടി സംരക്ഷിക്കുമെന്ന് കരുതിയാലും രക്ഷയില്ല. ഇത് അഴിമതിയുടെയും അഹങ്കാരത്തിന്റെയും ചീട്ട് കൊട്ടാരം തകർന്നു വീണതിന്റെ തുടക്കം മാത്രമാണ്. തിരുവനന്തപുരത്തെ ചുവപ്പുകോട്ട കാവിക്കോട്ടയായി മാറിയതിനു പിന്നിൽ ഈ മേയറുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ കീറി മുറിച്ചുകൊണ്ട് പരിശോധിക്കാം. നമ്മൾ ഈ കേസിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് 2024 ഏപ്രിൽ 27 രാത്രി 10 മണിക്ക് തിരുവനന്തപുരം പാളയത്ത് നടന്ന ആ സംഭവം ഒന്ന് കൃത്യമായി ഓർത്തെടുക്കണം. മേയറും കുടുംബവും സ്വകാര്യ കാറിൽ പോകുന്നു. ഒരു KSRTC ബസ് തങ്ങൾക്ക് സൈഡ് തന്നില്ല എന്ന നിസ്സാര കാരണത്തിന് ഒരു ഗുണ്ടാ സംഘത്തെ പോലെയൊക്കെ ബസ്സിന് കുറുകെ കാറിട്ട് തടഞ്ഞു വെക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് വെയിലും മഴയും ഒക്കെ ഏറ്റ് റോഡിൽ പണിയെടുക്കുന്ന യദു എന്ന ഡ്രൈവറെ അസഭ്യം പറഞ്ഞ ഭീഷണിപ്പെടുത്തി അന്ന് മേയറുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് സച്ചിൻ ദേവ് MLA ഏത് അധികാരത്തിന്റെ ബലത്തിലാണ് അല്ലെങ്കിൽ ഏത് അധികാരത്തിന്റെ പേരിലാണ് ഒരു പൊതുഗതാഗത വാഹനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഡ്രൈവറെ വിരട്ടിയത്? ഒരു KSRTC ബസ് എന്നാൽ അത് പൊതുമുതലാണ്. എന്റെയും നിങ്ങളുടെയും എല്ലാമാണ് ഒരു KSRTC ബസ്. അതൊരു സർക്കാർ വാഹനമാണ്, അല്ലെ? അറിയാമല്ലോ. അതിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ സമയവും സുരക്ഷയും അവഗണിച്ചുകൊണ്ടാണ് സ്വന്തം ഈഗോ തീർക്കാൻ വേണ്ടി മേയർ ആ കളി കളിച്ചത്. ഇതാണോ നിങ്ങൾ പറയുന്ന ജനകീയ ഭരണം? ഈ കേസിൽ തുടക്കം മുതൽ നമ്മൾ കണ്ടത് പോലീസിന്റെ നാണംകെട്ട ഒത്തുകളിയാണ്. ഡ്രൈവർ യദു പരാതി നൽകാൻ ചെന്നപ്പോ ആ പരാതി വാങ്ങി ചവറ്റുകുട്ടയിലേക്ക് എറിയാനാണ് കന്റോൺമെന്റ് പോലീസ് അന്ന് നോക്കിയത്. പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മേറൂട്ടിക്ക് പിടിപാടങ്ങ് മുഖ്യന്റെ വീട്ടിലെ അടുക്കള വരെ ഉണ്ടല്ലോ. ഒടുവിൽ കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് പോലീസ് ഒരു FIR ഇടാൻ പോലും തയ്യാറായത് എന്ന് പറയാം. പക്ഷേ അന്വേഷണം പൂർത്തിയായപ്പോൾ പോലീസ് എന്ത് ചെയ്തു? പ്രധാന പ്രതികളായ മേയറെയും MLA ഒക്കെ സുന്ദരമായിട്ട് അങ്ങ് ഒഴിവാക്കി തേച്ച് മായ്ച്ചു കളഞ്ഞ് പകരം മേയറുടെ സഹോദരൻ അരവിന്ദിനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കേസ് ഒതുക്കി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവർ പ്രതികളാകുമ്പോൾ പോലീസിന് ഇങ്ങനെ വാലാട്ടും എന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ ഇല്ല. എന്നാൽ പോലീസിന് കാണാത്ത കുറ്റം കോടതിക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ യദുവിന്റെ വിജയം. ഈ കേസിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഗൂഢാലോചന നടക്കുന്നത് CCTV മെമ്മറി കാർഡിലാണ്. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിലേക്ക് കയറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതിന്റെയും അതുപോലെ തന്നെ ആ അസഭ്യം പറഞ്ഞതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ആ കാർഡിലുണ്ടായിരുന്നു. അത് പുറത്തു വന്നാൽ MLAയുടെ മാന്യത അങ്ങനെയൊന്നില്ല എങ്കിൽ കൂടി MLAയുടെ ആ വിചിത്രമായ മുഖം തകരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ കാർഡ് അടിച്ചു മാറ്റിയത്. ഇപ്പൊ യദു കോടതിയിൽ നൽകിയ പുതിയ ഹർജിയിൽ പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ മേയറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ മെമ്മറി കാർഡ് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. സുബിനെ കൂടി പ്രതിയാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഒരാൾക്ക് ഒരു തെളിവ് നശിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ അയാൾ അത്രത്തോളം ആ തെളിവിനെ പേടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. MLA പദവി തെറിക്കുമോ എന്ന ഭയമാണ് അവരെ കൊണ്ട് ഈ കൊടുംചെതി ചെയ്യിച്ചത്. ഈ തെളിവ് നശിപ്പിക്കൽ കേസ് കൂടി തെളിഞ്ഞ മേയറുടെയും സംഘത്തിന്റെയും നില പരുങ്ങലിലാകും. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഈ മേയറുടെ കൈകളിൽ എത്തിയത് മുതൽ വിവാദങ്ങൾ ഒഴിയാത്തൊരു നേരുണ്ടായിട്ടില്ല. അഴിമതിയുടെ ഒരു കൂമ്പാരം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ ഇവിടെ സൃഷ്ടിച്ചത്. പ്രായത്തിൽ മാത്രമല്ല കേട്ടോ മിടുക്ക്. ഈ അഴിമതികൾ ഓരോന്നായി തെളിവ് സഹിതം BJP ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ BJP കരുത്താർജിച്ചതും പിടിച്ചെടുത്തതും. നഗരസഭയിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റാൻ പാർട്ടി സെക്രട്ടറിക്ക് കത്തയച്ച മേയർ ചരിത്രത്തിൽ വേറെ കാണില്ല. പ്രിയപ്പെട്ട സഖാവെ എന്ന് തുടങ്ങുന്ന ആ കത്ത് കേരളം മറന്നിട്ടില്ല. അന്ന് CBI അന്വേഷണം ഭയന്ന എത്രയോ നാടകങ്ങളാണ് കോർപ്പറേഷനിൽ നടന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ നികുതിപ്പണം CPM നേതാക്കൾ മുക്കിയപ്പോൾ പോലും മേയർക്ക് മൗനമായിരുന്നു നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് രൂപയാണ് സാധാരണക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങി പാർട്ടിക്കാർ അടിച്ചു മാറ്റിയത്. BJP ഇത് തെരുവിലിറങ്ങി സമരം ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തെളിവ് സഹിതം കാണിച്ചു. കോടികൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടും ഒരു മഴ പെയ്താൽ മുങ്ങുന്ന നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റിയെടുത്തു.
ശാസ്തമംഗലത്തും തമ്പാനൂരും വെള്ളം പൊങ്ങുമ്പോൾ മേയർ ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ വിളപ്പിൽശാലയടക്കം പലയിടത്തും മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ അതിന്റെ കൂടെ നടന്ന ക്രമക്കേടുകൾ BJP തെളിവ് സഹിതം പുറത്തുവിട്ടു. ഈ അഴിമതികളുടെ ഭാരം താങ്ങാൻ വയ്യാതെയാണ് ജനങ്ങൾ ഇടതിനെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞത്. തിരുവനന്തപുരം BJP പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ മേയർ ഊട്ടിയുടെ അഴിമതി ഭരണം അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓരോ അഴിമതിയും BJP കൃത്യമായി എക്സ്പോസ് ചെയ്ത് കാണിച്ചു. ജനങ്ങൾക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു. മേയർ പദവി എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആര്യ രാജേന്ദ്രൻ അത് കണ്ടത് തന്റെ അഹങ്കാരം കാണിക്കാനുള്ള ഒരു വേദിയായിട്ടാണ്. ഒരു KSRTC ഡ്രൈവർ എന്നാൽ സമൂഹത്തിലെ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ്. അവരെ പരസ്യമായി അപമാനിച്ചാൽ രക്ഷപ്പെടാമെന്ന് കരുതിയവർക്ക് തെറ്റുകയാണ് ഇവിടെ സംഭവിച്ചത്. തെറ്റ് പറ്റി. യദുവിനെതിരെ കള്ളക്കേസുകൾ ചുമത്തി അയാളെ വേട്ടയാടാൻ നോക്കി, ജോലിയിൽ നിന്ന് അയാളെ ജോലി കളയാൻ നോക്കി, ആ പാവപ്പെട്ടവന്റെ കുടുംബത്തെ പട്ടിണിയിലാക്കാൻ നോക്കി. എങ്കിലും വേണ്ടില്ല, തങ്ങളുടെ ഈഗോ സംരക്ഷിക്കണമെന്നായിരുന്നു മേയർ ഊട്ടിയുടെ ലൈൻ. പക്ഷേ സത്യം ജയിക്കുമെന്നത് വെറുമൊരു സിനിമാ ഡയലോഗ് മാത്രമല്ലെന്ന് ഈ കേസ് നമുക്ക് മുന്നിൽ തെളിയിക്കുകയാണ്. പോലീസിനെ കൊണ്ട് എഴുതി തള്ളിച്ച കേസ് കോടതി പൊടി തട്ടിയെടുക്കുമ്പോൾ ഇവിടെ തോൽക്കുന്നത് മേയറുടെ ധിക്കാരമാണ്. ജനുവരി 21-ാം തീയതി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ മേയർക്ക് ഹാജരാകേണ്ടി വരും. ക്ഷമിക്കണം, മുൻ മേയർക്ക്. ഒന്നുകിൽ നേരിട്ട് വരണം, അല്ലെങ്കിൽ അഭിഭാഷകനെ വിടണം. മിക്കവാറും അഭിഭാഷകനെ വിടുമായിരിക്കും. FIR-ൽ പേരുള്ള എല്ലാവരെയും പ്രതിയാക്കണമെന്ന യദുവിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചാൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ശിക്ഷ ഉറപ്പാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുത്താൽ MLA സ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ സച്ചിൻ ദേവിനും പുറത്തിറങ്ങേണ്ടി വരും. മേയർക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. എന്തായാലും അഴിമതികൾ കൊണ്ട് നേടിയെടുത്ത പദവികൾ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണിപ്പോൾ. ഒരു സാധാരണക്കാരന്റെ കണ്ണുനീരിന് വലിയ വിലയുണ്ടെന്ന് ഈ സഖാക്കൾക്ക് വരും ദിവസങ്ങളിൽ ഇനിയും മനസ്സിലാക്കി കൊടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരത്തെ ജനങ്ങൾ BJPയെ വിശ്വസിച്ചതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇത്തരം നീതികേടുകൾക്കെതിരെയുള്ള BJPയുടെ പോരാട്ടം കൂടിയാണ്. അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനാവണം. BJP അതാണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്താനാവരുത്. ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഇന്ന് കേരളത്തിന് മുന്നിൽ ഒരു പാഠമാണ്. എങ്ങനെ ഒരു ഭരണാധികാരി ആകരുത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ആര്യ. അഴിമതിയും ധിക്കാരവും കൈമുതലാക്കിയവർക്ക് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഇത് പതനത്തിന്റെ തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ കൂടി ആഗ്രഹിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്തെ BJPയുടെ മുന്നേറ്റത്തിന് പിന്നിൽ ഇത്തരം അഴിമതികളുടെ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട്? ഇത്തരം അഴിമതികൾ BJPക്ക് കൂടി വഴി തുറക്കാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സാധാരണക്കാരന്റെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് യദുവിനോടൊപ്പം നിൽക്കാം. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.